അങ്ങനെ തന്റെ കാലം കഴിയാറായി എന്ന് മനസ്സിലാക്കിയ അനാഥാലയത്തിലെ ബ്രിജിത്താമ്മ അലീനയെ അവളുടെ പെറ്റമ്മയായ വൈജയന്തിയുടെ വീട്ടിലേക്ക് അയച്ചു. എന്നിട്ടോ മുത്തശ്ശി? അമൃതമായി അഭയമായി ജനനീ നീയെങ്ങുമില്ലേ. അലീന തന്റെ സ്വന്തം മകളാണെന്നറിയാതെ വൈജയന്തി അവളെ ഒരു ശത്രുവിനെ പോലെ അകറ്റി നിർത്തി അപമാനിച്ചു. വൈജയന്തിയുടെ ഭർത്താവ് ബാലചന്ദ്രമേനോൻ മാത്രമായിരുന്നു ആ വീട്ടിൽ അവൾക്കൊരാശ്വാസം. നീയാണ് എന്റെ ബലം, നീയാണ് എന്റെ ആയുധം, നീയാണ് എന്റെ ആശ്വാസം. അലീനയുടെ കൂടപ്പിറപ്പുകൾ തങ്ങളുടെ ചേച്ചിയാണ് അലീനയെന്നറിയാതെ അവളെ വെറുത്തു, ദ്രോഹിച്ചു. പക്ഷേ ഒരു ചേച്ചിയുടെ സ്നേഹവാത്സല്യങ്ങൾ മുഴുവൻ നൽകി അലീന അവരെ പതിയെ പതിയെ മാറ്റിയെടുത്തു. അലീന ചേച്ചി എന്ത് മരുന്ന് രോഹിണിന് കൊടുത്ത്? പുലിയെ പൂച്ചയാക്കുന്ന മരുന്ന്, അതേതാണോ ചോദിച്ചേ? അതിനിടെ അലീനയുടെ സങ്കടം നിറഞ്ഞ ജീവിതത്തിൽ അവൾക്കൊരാശ്വാസമായി ഒരാൾ കൂടി എത്തി. വേലക്കാരിയായിട്ട് വന്നവളെ വീട്ടിൽ നിന്ന് പുറത്താക്കുക, അത് നടപ്പാക്കാതെ ഞാൻ തിരിച്ചിങ്ങോട്ടില്ല. വൈജയന്തി വീട് വിട്ടതോടെ തന്റെ കുടുംബത്തിനു വേണ്ടി ബാലചന്ദ്രന് വിഷമത്തോടെയെങ്കിലും ആ ഒരു തീരുമാനമെടുക്കേണ്ടി വന്നു. അലീനയെ അവളുടെ സ്വന്തം അച്ഛനായ കൊട്ടാരമറ്റത്തിൽ സ്റ്റാൻലി ജോസഫിനെ ഏൽപ്പിക്കുക. നിങ്ങൾ തമ്മിലുണ്ടായിരുന്ന റിലേഷൻഷിപ്പ് മാത്രമേ ഇല്ലാതായിട്ടുള്ളൂ. അതിൽ നിങ്ങൾക്ക് ജനിച്ച കുഞ്ഞു വളർന്ന് വലുതായി ഈ ലോകത്ത് ജീവിച്ചിരിപ്പുണ്ട്. അങ്ങനെ എല്ലാവരും ഉണ്ടായിട്ടും ആരോരുമില്ലാത്ത അലീന അഭയമില്ലാതെ ഒരു വീട്ടിൽ നിന്നും മറ്റൊരു വീട്ടിലേക്ക് യാത്ര തുടരുകയാണ്. എന്റെ എല്ലാ അനുഗ്രഹങ്ങളും പ്രാർത്ഥനകളും നമ്മളോടൊപ്പം ഇല്ലേ? സ്നേഹം തേടിയുള്ള അലീനയുടെ ഈ യാത്ര എന്ന് അവസാനിക്കും? മഴ തോരും മുൻപേ ദിവസവും രാത്രി 7 മണിക്ക്.